Oppo Reno 5 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 5G സപ്പോർട്ടൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo Reno 5 Pro 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. Oppo Reno 5 Proയുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 92.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ-കെയർ ഡിസ്പ്ലേ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 173 ഗ്രാമാണ്. അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണിത്. അതുമാത്രമല്ല ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.6 mm ആണ്. അപ്പോൾ ഈ ഫോണിന് അത്യാവശ്യം തിക്നെസ്സും കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ആസ്ട്രൽ ബ്ലൂ അതുപോലെ തന്നെ സ്റ്റാറി ബ്ലാക്ക്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekന്റെ dimensity 1000+ എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് ഏകദേശം ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് അടുത്ത് വരുന്ന ഒരു പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസ്സറിൻ്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ 8 GB റാം ആണ് വരുന്നത്. ഈ ഫോണിൽ 128 GB ഇന്റേണൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xന്റെ റാം ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ഫോണിൽ നല്ല നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 360° സറൗണ്ട് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള കളർവൈസ് 11.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മോണോക്രോം ലെൻസും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ക്യാമറ സ്പെസിഫിക്കേഷനാണ് ഈ ഫോണിൽ വരുന്നത്. എന്നാലും ഈ ഫോണിൻ്റെ ക്യാമറയിൽ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് AI ഹൈലൈറ്റ് വീഡിയോ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓപ്പോ ഫുൾ ഡയമെൻഷൻ ഫ്യൂഷൻ പോർട്രേറ്റ് വീഡിയോ സിസ്റ്റം പോലുള്ള പുതിയ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ ലൈറ്റ് വീഡിയോ റെക്കോർഡിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ നൈറ്റ് വീഡിയോ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് HDR ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എൻഹാൻസ്മെൻറ്റ് അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഡൈനാമിക് റേഞ്ച് അഡാപ്റ്റീവ് നോയ്സ് റിഡക്ഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആവേണ്ടതാണ്, പ്രത്യേകിച്ച് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വ്യൂ വീഡിയോ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാ സ്റ്റഡി വീഡിയോ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും അതുപോലെ തന്നെ സബ്ജക്റ്റ് കളറിലുമായിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന AI കളർ പോർട്രേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4350 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാമെന്നാണ്. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 35,990 രൂപയാണ്. ജനുവരി 22 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അവൻ പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വഴിയും ഈ ഫോൺ നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് Oppo Reno 5 Pro 5G എന്ന ഫോൺ വരുന്നത്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം 36,000 രൂപ എന്നുള്ളത് വലിയ തിരക്കേടില്ലാത്ത ഒരു പ്രൈസിങ് തന്നെയാണ്. എന്നാലും ഈ ഫോണിൻ്റെ വില കുറച്ചും കൂടി കുറഞ്ഞിട്ട് 35,000 രൂപയ്ക്ക് താഴെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.